എജ്യൂപ്ലീസ് ലേണിങ്ങിലേക്ക് വെൽക്കം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 3 സൈക്കോളജിയിൽ PYQ ആണ്. സോ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ലേണിംഗ് പ്രപ്പോസ്ഡ് ബൈ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്പറൻറ്റ് ലേണിംഗ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? പാവ്ലോ, സ്കിന്നർ, വുഡ്വർത്ത് ആൻഡ് തോണ്ടേക്കർ. ആരാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നിരിക്കുന്നത്? സ്കിന്നറാണ്. സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറി അറിയാം. സ്കിന്നർ proposed operant conditioning theory which state that behavior is shaped by consciousness ആണ്. behavior is shaped by consequence ആണ്. behavior followed by reinforcement and strengthened while those followed by punishments are weakened അല്ലേ. ഇതല്ല അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആരാണ്? സ്കിന്നർ ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ്? പാവ്ലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഒബ്സർവേഷണൽ ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഒബ്സർവേഷണൽ ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, ബണ്ടൂര സോഷ്യൽ ലേണിംഗ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആൻഡ് ട്രയൽ ആൻഡ് എറർ. ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ആരതാണ്? ബണ്ടൂരേൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതിൽ ലേണിംഗ് ഒക്കർ ബൈ ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് ബൈ അതേഴ്സ് ആണ്. ഇറ്റ് ഇൻവോൾവ് 4 പ്രോസസ്സ്. ഏതൊക്കെയായിരുന്നു? അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. സോ സോഷ്യൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ആൽബർട്ട് ബണ്ടൂരയാണ്. ഒബ്സർവേഷൻ ലേണിംഗ് റിലേറ്റഡ് ടു ആൽബർട്ട് ബണ്ടൂര. നെക്സ്റ്റ്: പ്രീ ആക്റ്റീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് പ്രപ്പോസ്ഡ് ബൈ. ഇത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? പ്രീ ആക്റ്റീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് ഒസബൽ, ഗാംഗെ, ജാക്സൺ, വൈഗോട്സ്കി. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ജാക്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ലെവൽ ഓഫ് മെൻ്റൽ ഫങ്ഷനിങ്, ലെവൽ ഓഫ് മെൻ്റൽ ഫങ്ഷനിങ് എന്ന് പറയുന്ന തിയറിയിലാണ് അദ്ദേഹം ഈ 3 ലെവൽ പറഞ്ഞത്. പ്രീ ആക്റ്റീവ്, ഇൻ്ററാക്റ്റീവ് ആൻഡ് ദെൻ പോസ്റ്റ് ആക്റ്റീവ്. ആരാണ്? ജാക്സൺ ആണ്. അഡോളസെൻ്റ് ബിലോങ് ടു വിച്ച്? പിയാഷെ സ്റ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. പിയാഷെൻ്റെ തിയറി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ അഡോളസെൻ്റ് ബിലോങ് ചെയ്യുന്ന സ്റ്റേജ് ഏതാണെന്ന് കൃത്യമായി പഠിക്കണം. ഫോർമൽ ഓപ്പറേഷൻ, കോൺക്രീറ്റ് ഓപ്പറേഷന്, പ്രീ ഓപ്പറേഷൻ ആൻഡ് സെൻസറി മോട്ടർ. ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അഡോളസെൻ്റ് അടങ്ങിയിരിക്കുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷൻ പറയുമ്പോൾ എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. പ്രീ ഓപ്പറേഷണൽ എന്താണ്? സിമ്പിൾ, യൂസ് സിമ്പിൾ ടു റെപ്രസെൻറ്റ് ഒബ്ജക്റ്റ് ആണ്. സെൻസറി മോട്ടോർ ഒബ്ജക്റ്റ് പെർമനൻസ് ആണ്. ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ലീസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഏതാണ് എന്നതാണ്. ഏതാണ്? ഡെമോൺസ്ട്രേഷൻ, ഇംപ്രസീവ് ലെക്ചർ, സ്കോൾഡിങ് ആൻഡ് പണിഷിങ്, ബ്ലാക്ക് ബോർഡ് യൂസേജ്. വളരെ സിമ്പിൾ അല്ലേ. ലീസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട എന്താണ്? സ്കോൾഡിങ് ആൻഡ് പണിഷിങ് ആണ്. ചോദ്യം ഇതാണ്: ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ. ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ abstract and hypothetical thinking, focus on the single feature, intuitive thought, cannot think, ആബ്സെൻറ്റ് ഒബ്ജക്റ്റ്. എന്താണ് ഫോർമൽ ഓപ്പറേഷനിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്? അബ്സ്ട്രാക്റ്റ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ് ആണ്. പിയാഷെയുടെ സ്റ്റേജ്. മലയാളം പ്രൊണൗൺസിയേഷൻ എഫക്റ്റ് ഇംഗ്ലീഷ്. എക്സാമ്പിൾ: ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാളം പ്രൊണൗൺസിയേഷൻ അഫക്റ്റ് ഇംഗ്ലീഷ്. മലയാളം പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് ട്രാൻസ്ഫർ ആണ്? പോസിറ്റീവ് ട്രാൻസ്ഫർ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ ആൻഡ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ. ഏതാണ്? നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഇൻ്റർഫറൻസ് വിത്ത് ദ ലേണിംഗ് ഓഫ് അനദർ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ആണ് നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ ലേണിംഗ് ഓഫ് വൺ സബ്ജക്റ്റ് ഓർ ആക്ടിവിറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. സീറോ പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ അത് സബ്ജക്റ്റീവ്, നെയ്തർ ഫെസിലിറ്റേറ്റ് നോർ ഇൻ്റർഫറൻസ് ആയിരിക്കാം. Next question: a new behavior is learned but not demonstrated until reinforcement is provided for displaying. This type of cognitive learning is called. എന്താ ഓപ്ഷൻ? ഇൻസൈറ്റ് ലേണിംഗ്, ലാറ്റൻ്റ് ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് ആൻഡ് വെർബൽ ലേണിംഗ്. ഏതാണ്?
ലാറ്റൻറ്റ് ലേണിംഗ് ആണ്. ഇൻസൈറ്റ് ലേണിംഗ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്? കൊഹ്ലർ ആണ്. ലേണിംഗ് ഒക്കർ ത്രൂ സഡൻ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇൻസൈറ്റ് ആണ്. ലാറ്റൻറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ടോൾമാൻ ആണ്. ലേണിംഗ് ടേക്ക് പ്ലേസ് വിത്തൗട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ഷോൺ ഇൻ ബിഹേവിയർ. സോഷ്യൽ ലേണിംഗ് തിയറി വാസ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആരാണ്? ബണ്ടൂരിയാണ്. ലേണിംഗ് ഒക്കർ ത്രൂ ഒബ്സർവേഷൻ ആണ് പറയുന്നത്. വെർബൽ ലേണിംഗ് ആരാണ്? വെർബൽ ലേണിംഗ് ഇൻവോൾവ് ലേണിംഗ് ത്രൂ വേർഡ്സ്, ലാംഗ്വേജ്, സിമ്പിൾ എക്സെട്ര. നെക്സ്റ്റ്, എവറി ഡിഫറെൻറ്റ് intellectual activity involve a general factor G and a specific factor S. This concept is basis of നമ്മൾ അല്ലേ, അതായത് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഇൻവോൾവ് ജനറൽ ഫാക്ടർ ജി ആൻഡ് ദ സ്പെസിഫിക് ഫാക്ടർ എസ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പെട്ടെന്ന് ആലോചിക്കുക. യൂണിറ്ററി തിയറി, അനാർക്കിക് തിയറി, സ്പിയർമാൻ 2 ഫാക്ടർ തിയറി ആൻഡ് തേഴ്സ്റ്റൺ ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഏതാണ്? സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറിയാണ് അല്ലേ. സ്പെസിഫിക് ഫാക്ടർ എസും ജനറൽ ഫാക്ടർ ജി 2 ഫാക്ടർ തിയറി. ഇൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 the responsibility of a school and teachers is mentioned. ഇതൊരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTA ആക്ട് 2009 ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റീസ്, സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ടീച്ചർമാരെയൊക്കെ മെൻഷൻ ചെയ്യുന്ന ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 1, 2, 3 and 4. ഏതാണ്? ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രിലിമിനറി ഡീറ്റെയിൽസ് ആണ്. ടൈറ്റില്, കണ്ടൻറ്റ്, എക്സ്റ്റെൻറ്റ്, അതേപോലെ ഡെഫിനിഷൻസ് ഒക്കെ. ചാപ്റ്റർ 2 റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ. 2002 എന്താണ്? ആർട്ടിക്കിൾ 21A പ്രകാരമല്ല അല്ലേ, റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു 14 years വരെയുള്ള ആ ഒരു കാര്യം. എവറി ചൈൽഡ് റൈറ്റ് ടു ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ. നോ ചൈൽഡ് ഷാൾ പാസ് ഫീ ഓർ ചാർജ്. ചാപ്റ്റർ 3 പറയുന്നത് ഡ്യൂട്ടീസ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, പാരൻസ്, അതൊക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ടീച്ചേഴ്സ്, ലേണിംഗ് മെറ്റീരിയൽ ഒക്കെ അത്. 4th ടീച്ചേഴ്സും സ്കൂളിനെയും പറ്റി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an adolescent with eating disorder goes on eating binge, then purged by self-induced vomiting or using laxative. The eating disorder of the person, anorexia nervosa, bulimia nervosa, binge eating disorder and pica. അത് ഏതാണ് വരിക? ബുലിമിയ നെർവോസിയാണ്. ബുലിമിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഞ്ച് ഈറ്റിംഗ് ഫോളോഡ് ബൈ കോമ്പൻസേറ്ററി ബിഹേവിയർ സച്ച് ആസ് വോമിറ്റിംഗ്, എക്സസീവ് എക്സസൈസ്, മിസ്യൂസ് ലെക്സേറ്റീവ് ഒക്കെയാണ് അത് വരിക. ഓക്കെ, ദ കർവ് ഓഫ് ഫോർഗെറ്റിംഗ് വാസ് ഫസ്റ്റ് ഡ്രോൺ ബൈ ആരാണ്? കർവ് ഓഫ് ഫോർഗെറ്റിംഗ് ഡ്രോൺ ചെയ്തത് പാവ്ലോ, സ്കിന്നർ, എബ്ബിംഗ്ഹോസ് ആൻഡ് ലെവിൻ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? എബ്ബിംഗ്ഹോസ് ആണ് ഫോർഗെറ്റിംഗ് കർവായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആഫ്റ്റർ പ്രസൻറ്റിംഗ് എ കോൺട്രോവേഴ്ഷ്യൽ ടോപ്പിക്, ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ആൻഡ് അഗെയിൻസ്റ്റ് ആർ പുട്ട് ഫോർവേഡഡ് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ഫാക്ടേഴ്സ് അലോൺ. ദിസ് മെത്തേഡ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജീസ് സെമിനാർ, പ്രോജക്റ്റ്, ഡിബേറ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ. ഏതാണ് വരുന്നത്? ഡിബേറ്റ് ആണ് അല്ലേ. ആഫ്റ്റർ പ്രസൻറ്റിങ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് പിന്നെ ആർഗ്യുമെൻറ്റ് ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് എന്ന് കേൾക്കുമ്പോഴറിയാം നമുക്ക് ഏതാണ്? ഡിബേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആൻഡ് കോണ്ടെക്സ്റ്റുവൽ ഇൻ്റലിജൻസ് ആർ ദ 3 type ഓഫ് ഇൻ്റലിജൻസ്. ദിസ് ഈസ് ബെറ്റർ എക്സ്പ്ലെയിൻ. ആരാണ് ഈ 3 ടൈപ്പ് ഇൻ്റലിജൻസ് എക്സ്പ്ലെയിൻ ചെയ്തത്? കാറ്റിൽ ആൻഡ് ഹോൺസ് ഇൻ്റലിജൻസ്, സ്റ്റേൺബർഗ് ട്രയാക്കിക് തിയറി ഇൻ്റലിജൻസ്, ഹൊവാർഡ് ഗാർഡർ തിയറി, വെറോൺസ് ഹൈറാർക്കിയൽ തിയറി. ആരാണ്? സ്റ്റേൺബർഗിൻ്റെ തിയറിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡോളസൻസ് ഈസ് റിഗാർഡഡ് ആസ് ദ പീരീഡ് ഓഫ് റാപ്പിഡ് ചേഞ്ച് ബോത്ത് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കലി. Okay, which of the following are not considered as the characteristics of adolescence? ഇവിടെ എന്താണ് ചോദ്യം? നോട്ട്
കൺസിഡേർഡ്. അഡോളസെൻറ്റ് പീരീഡ് ആ ഒരു ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റാത്തതാണ്. അറ്റ് അഡോളസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക് മാക്സിമം. അഡോളസെൻറ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ്. ഇമാജിനറി ഓഡിയൻസ് ആൻഡ് പേഴ്സണൽ ഫാബിൾ ആർ ടു കോമ്പണൻസ് ഓഫ് ദ adolescent ecocentrism. At adolescent, loss of energy, dwindling of health, weakness of muscles and bone are often. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? അതായത് at adolescent, loss of energy, dwindling health, weakness muscles, bone are often. അത് തെറ്റായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? അഡോളസെൻ്റ് എന്ന് പറയുമ്പോൾ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അഡോളസെൻ്റ് വിത്ത് ഡെലിക്വൻസി ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലം ടെൻഡ് ടു ഹാവ് എ നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി, ഡിക്രീസ് ട്രസ്റ്റ്, ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്. ഏതാണ് വരുന്നത്? മൂന്നും അത് ആ ഒരു പ്രോബ്ലമായി റിലേറ്റ് ചെയ്തത് തന്നെയാണ്. നെഗറ്റീവ് സെൽഫ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, ഡിക്രീസ് ട്രസ്റ്റ് ആയിരിക്കും, ലോ ലെവൽ ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഫോർഗെറ്റ് പ്രീവിയസ്ലി ലേൺഡ് ലിസ്റ്റ് ഓഫ് വേർഡ്സ് വെൻ എ ന്യൂ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഈസ് ലേൺഡ്. റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, proactive inhibition due to expression, inhibition due to time lapse. ഏതാ വരുന്നത്? റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ ആണ്. അതായത് ന്യൂ ലേണിംഗ് ഇൻ്റർഫറൻസ് വിത്ത് ദ റീകോൾ ഓഫ് പ്രീവിയസ് ലേണിംഗ് ആണെങ്കിൽ റെട്രോ ആക്റ്റീവ് ആണ്. പ്രീവിയസ് ലേണിംഗ് ഇൻ്റർഫറൻസ് ന്യൂ ലേണിംഗ് ആണെങ്കിൽ പ്രോ ആക്റ്റീവ് ആണ്. ഇനി ഡ്യൂ ടു റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ് ഓർ പെയിൻഫുൾ മെമ്മറീസ് ആർ പുഷ്ഡ് ഇൻ ടു ദ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിലേക്ക്. ഡ്യൂ ടു ടൈം ലാപ്സ് ആണെങ്കിൽ ഫോർഗെറ്റിംഗ് കോസ് ബൈ പാസേജ് ഓഫ് ടൈം കൊണ്ട് നമ്മൾ മറക്കുന്നത്. അതായത് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പം നമ്മൾ പുതിയ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പഴയ കാര്യത്തെ അത് റീകോൾ ചെയ്തെടുക്കുന്നതിന് ഇൻ്റർഫറൻസ് ചെയ്യാണ്. ഇപ്പോൾ പുതിയ ഫോൺ നമ്പർ ആണെങ്കിൽ ലേണിംഗ് ന്യൂ ഫോൺ നമ്പർ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ടി ടു റിമെമ്പർ പ്രീവിയസ് അല്ലെങ്കിൽ ഓൾഡ് വണ്ണിൽ ഫോൺ നമ്പർ ഓർത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് ലേണിംഗ് എന്തിന് ഇൻ്റർഫറൻസ് ചെയ്യാണ്? ന്യൂ ലേണിങ്ങിനെ ഇൻ്റർഫറൻസ് ചെയ്യാണ്. അപ്പം നമ്മൾ യൂസിങ് ആൻ ഓൾഡ് പാസ്വേഡ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂലി ചേഞ്ച്ഡ് പാസ്വേഡ്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനഃപൂർവ്വം അത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പുഷ് ചെയ്യാണ്. ഫോർഗെറ്റിംഗ് ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ. ഡ്യൂ ടു ടൈം ലാപ്സ് എന്ന് പറയുമ്പോൾ പാസേജ് ഓഫ് ടൈം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചില കാര്യങ്ങൾ മറന്നു പോവാണ്. ഫോർഗെറ്റിംഗ് ലെസൺ. ഇപ്പോൾ കുറേ ഹോളിഡേയ്സ് നിങ്ങൾ ഒരു ലോങ് ഹോളിഡേക്ക് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോവാന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എഫക്റ്റ് ലേണിംഗ്? ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? മോട്ടിവേഷൻ, ലെവൽ ഓഫ് ആസ്പിരേഷൻ, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഇത് മൂന്നും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് മൂന്നും എന്തിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്? ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, താങ്ക് യു.